CPIM സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്തിനുള്ളത് രക്തരൂഷിതമായ സായുധ സമരത്തിന്റെ ഉജ്ജ്വല ഭൂതകാലമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുൻപ് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു നാടുണ്ട് കൊല്ലത്ത്, കടയ്ക്കൽ. CPIM ശക്തികേന്ദ്രങ്ങളിൽ ഒന്നായി കടയ്ക്കൽ പരിണമിച്ചതിന്റെ രാഷ്ട്രീയ രസതന്ത്രമുള്ളത് ആ സമരതീക്ഷ്ണ ഭൂതകാലത്തിലാണ്. 1938 സെപ്റ്റംബർ 26 കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കടയ്ക്കൽ എന്ന ഗ്രാമം. ഗ്രാമത്തിലെ ചന്തയിൽ നിന്നും അന്യായമായി ചുങ്കം പിരിക്കുന്നതിനെതിരെ ആൽമര ചുവട്ടിൽ ഒരു സംഘം ചെറുപ്പക്കാർ ഒത്തുകൂടി. പ്രതികരണശേഷിയുള്ള ചെറുപ്പക്കാർക്ക് പിന്തുണയുമായി കർഷകരും. കല്ലേപ്പിളർക്കും ഉത്തരവിടുന്ന സർ CP-യുടെ കീഴിൽ തിരുവിതാംകൂറിൽ ദുർഭരണമെന്ന് ജനങ്ങൾ മുറുമുറുത്തിരുന്ന കാലത്താണ് ഒരു സംഘം ചെറുപ്പക്കാർ ഒത്തുകൂടിയത്. നാളെ മുതൽ ചുങ്കം കെട്ടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച അവർ നികുതിയില്ലാത്ത സമാന്തര ചന്ത തുടങ്ങി. ദിവാനെയും രാജവാഴ്ചയെയും വെല്ലുവിളിച്ച വിപ്ലവകാരികളെ നേരിടാൻ ചന്തയുടെ കാര്യക്കാരനും അയാളുടെ ഗുണ്ടകളും കൂലിപ്പോലീസും എത്തി. എന്നാൽ ജനകീയ പ്രതിരോധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഗുണ്ടകളും പോലീസും പിന്തിരിഞ്ഞോടി. തിരുവിതാംകൂറിനെ വെല്ലുവിളിച്ച ചെറുപ്പക്കാരെ തേടി ദിവാന്റെ ചോറ്റുപട്ടാളം പിന്നാലെയെത്തി. എന്നാൽ പട്ടാളത്തെ തടയാനുറച്ച് നൂറുകണക്കിന് യുവാക്കളും കർഷകരും ചിതറയിൽ നിന്ന് പ്രകടനമായി എത്തി. പാലങ്ങാട് എന്ന സ്ഥലത്ത് വെച്ച് പട്ടാളം സമരക്കാരെ തടഞ്ഞു. വൻ സംഘർഷമായി. ലാത്തികളെ കൂസാതെ മുദ്രാവാക്യം മുഴങ്ങി. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. ദിവാൻ ഭരണകൂടം കടയ്ക്കലിൽ നിന്ന് തോറ്റോടി. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളായ ഫ്രാങ്കോ രാഘവൻ പിള്ള, ചന്ദ്രൻ കാളിയമ്പി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കടയ്ക്കലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാ കൊച്ചുഗ്രാമം സ്വതന്ത്ര രാജ്യമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുൻപ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കടയ്ക്കലിന്റെ വിപ്ലവ വീര്യം. ഫ്രാങ്കോ രാഘവൻ പിള്ളയെ രാജാവായും ചന്ദ്രൻ കാളിയമ്പിയെ മന്ത്രിയായും തെരഞ്ഞെടുത്തു. കൈ കിട്ടിയവരൊക്കെ അതിന് നിജമായി മർദ്ദിച്ചു. 5 പേരെ ജയിലിൽ വെച്ച് മർദ്ദിച്ച് കൊന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ച് കറി പോലും കിട്ടാതെ ഈ നാട്ടിൽ സ്ത്രീകളും കുട്ടികളും ഒരു 3-4 മാസക്കാലം പട്ടിണി കൊണ്ട് കിടക്കാൻ. പലരും ക്ഷയരോഗികളായിട്ടാണ് ജയിലിൽ നിന്ന് തിരിച്ചെത്തുന്നത്. 9 ദിവസം മാത്രമായിരുന്നു കടയ്ക്കൽ രാജ്യത്തിന്റെ ആയുസ്. ബ്രിട്ടീഷ് പട്ടാളമെത്തി കടയ്ക്കൽ പിടിച്ചെടുത്തു. സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി തല്ലിച്ചതച്ചു. 80ഓളം വീടുകളാണ് ചുട്ടരിച്ചത്. 62 പേരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി. അക്രമസമരം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വം കടയ്ക്കൽ വിപ്ലവകാരികളെ തള്ളിപ്പറഞ്ഞു. ഇന്നിപ്പോൾ കടയ്ക്കൽ ഒരു രാജ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. കടയ്ക്കൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ചടങ്ങിൽ ഈ ചന്തപ്പിരിവിനെ പറ്റിയുള്ള ഒരു തർക്കമാണ് ഇവിടെ വന്നത്. തോന്നിവാസം പോലെയായിരുന്നു പിരിവ്. ആ പിരിവിനെ എതിർത്തുകൊണ്ട് ആയിരുന്നു ഈ സമരം നടന്നതല്ല. ഫ്രാങ്കോ രാഘവൻ പിള്ളയെ ജയിലിലടച്ചു. മന്ത്രി ചന്ദ്രൻ കാളിയമ്പി വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു. 100 കണക്കിന് പേർ തടവിൽ മരിച്ചു. കുതിരക്കാലിൽ കെട്ടിവലിക്കുന്നതിനിടെ ചവിട്ടേറ്റും ചതഞ്ഞരഞ്ഞും അനേകം പേർക്ക് ജീവൻ നഷ്ടമായി. കടയ്ക്കൽ സമരത്തിന് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത് ഒരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പൊതുയോഗമായി സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ ആലിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. അതിന് നേതൃത്വം കൊടുത്തത് ചാങ്കുവിള ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഒട്ടനവധി സമര നേതാക്കളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇവിടെ ആദ്യ യോഗം നടക്കുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും രക്തം വീണ മണ്ണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനൊപ്പം ചുവന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ സമരക്കാരെയും കുടുംബങ്ങളെയും പാർട്ടി സംരക്ഷിച്ചു. പിന്നീട് സമരചരിത്രം ചുവർ ചിത്രമാക്കി സ്മാരകമൊരുക്കി. കടയ്ക്കൽ ചന്തയ്ക്ക് സമീപം ഇന്നും ആ ചരിത്രം തല ഉയർത്തി നിൽക്കുന്നു. ചോര വീണ മണ്ണിനെ അവർ ചുവപ്പ് കോട്ടയാക്കി സൂക്ഷിക്കുന്നു. ജില്ലയിലേക്ക് സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ നാടിനെ ചുവപ്പിച്ച ധീരവിപ്ലവത്തിന്റെ സ്മരണ
ജനഹൃദയങ്ങളിൽ വീണ്ടും ആവേശജ്വാല ഉയർത്തുകയാണ്. ഷമീർ അബ്ദുൾ, ന്യൂസ് മലയാളം, കൊല്ലം.